189 മൃതദേഹങ്ങൾക്ക് കുഴിമാടം ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. ഇപ്പോൾ മുസ്ലിം മതപണ്ഡിതർ പ്രാർത്ഥിക്കുന്നത് കണ്ടു. ക്രിസ്ത്യൻ മതപുരോഹിതരും ഒരു സംഘമായി എത്തിയിരുന്നു. പൂജാരിമാരും സമീപത്തെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അല്ലമീൻ തുടരുന്നുണ്ട്. അല്ലമീൻ, മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന വാർത്തകൾക്കിടയിലാണ് ഈ ദുരന്ത വാർത്തയും നമ്മളെ തേടിയെത്തത്. ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ 189 കുഴിമാടങ്ങൾ ഒരുങ്ങുമ്പോൾ സർവമത പ്രാർത്ഥനയാണ്. ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവരും എത്തുകയാണ്. എന്താണിപ്പോൾ അവിടുത്തെ കാഴ്ച? ചടങ്ങുകൾ തുടങ്ങുകയാണ് എന്ന് തന്നെ കരുതാം അല്ലേ? സ്മൃതി, ഇന്നത്തെ ചടങ്ങുകളിലേക്ക് കടന്നിട്ടില്ല. അതിന് മൃതദേഹങ്ങൾ ഇവിടേക്ക് തിരിക്കേണ്ടതുണ്ട്, ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതെത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. കാരണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട മതപുരോഹിതർ, നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വൈകാതെ ആദ്യഘട്ടം സംസ്കരിക്കേണ്ട മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരുമിച്ച് സംസ്കരിക്കുക പ്രായോഗികമല്ല. അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിനുള്ള പരിമിതിയുണ്ട്. അത് അങ്ങനെ കൊണ്ടുവന്ന് അധിക നേരം വെച്ചിരിക്കാനും സാധിക്കില്ല. ചെറിയ വഴിയാണ്, തേയിലത്തോട്ടമാണ്. അതിനകത്തേക്ക് തേയിലത്തോട്ടങ്ങളെ വകഞ്ഞു മാറ്റി വേണം കടന്നു വരാൻ. ആംബുലൻസുകൾക്ക് കൂട്ടമായി കടന്നു വരുന്നതിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി ആദ്യം പൂർണ്ണാർത്ഥത്തിലുള്ള ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നു, അവ സംസ്കരിക്കുന്നു. അതിനുശേഷം പൂർണ്ണാർത്ഥത്തിലുള്ള മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നു. അതിനുശേഷം ശരീരഭാഗങ്ങൾ ഒന്നൊന്നായി കൊണ്ടുവരുന്നു. ആ വിധത്തിലാണ്. അത് വൈകാതെ തന്നെ ആ നടപടികളിലേക്ക്, ആ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. സ്മൃതി, ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ ഓരോ ശരീരഭാഗങ്ങളെയും ഓരോ മൃതദേഹമായി കണ്ടാണ് സംസ്കരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കിട്ടിയ ശരീരഭാഗങ്ങൾ കൈകൾ മാത്രമായി കിട്ടുന്നു, കാലുകൾ മാത്രമായി കിട്ടുന്നു. അങ്ങനെ രണ്ടിടത്തു നിന്ന് കിട്ടിയ കാലുകൾ അത് ഒരാളുടേതാണെങ്കിൽ, രണ്ടിടത്തു നിന്ന് കിട്ടിയ കൈകൾ അത് ഒരാളുടേതാണെങ്കിൽ, പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ അത് ഒരാളുടേതാണെങ്കിൽ, ഒരാൾക്ക് വേണ്ടി എത്ര കബറുകൾ, എത്ര കുഴിമാടങ്ങൾ തയ്യാറാകുന്നു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. മന്ത്രിമാരിപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. മന്ത്രി കെ രാജൻ, മന്ത്രി കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, മറ്റുദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ DR മേഘശ്രീ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഈ ദുരന്ത ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഈ ശ്മശാന ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. വൈകാതെ തന്നെ മൃതദേഹവും ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. 3 മണി എന്ന് പറഞ്ഞിരുന്നെങ്കിലും 3:30 പിന്നിടുകയാണ്. വൈകാതെ തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും. ഇന്നലെയും മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്നലെയും ഈ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. സർക്കാരിന് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ച മന്ത്രിമാർ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ എല്ലാമായും മൺമറഞ്ഞു പോയ ആളുകൾക്ക്, ദുരന്തത്തിനിരകളായവർക്ക് അർഹിക്കുന്ന യാത്രയയപ്പ് നൽകി. അവരാരെന്നറിയാത്ത അവസ്ഥ, ബന്ധുക്കൾക്ക് തിരിച്ചറിയാനാകാത്ത സാഹചര്യം, അങ്ങനെ വല്ലാത്തൊരു വ്യഥയനുഭവിക്കുന്ന സാഹചര്യം, വല്ലാത്തൊരു ദുഃഖപൂർണമായൊരു സാഹചര്യം, വല്ലാത്തൊരു ദുരിതപൂർണമായ ഒരു അന്തരീക്ഷം. അവിടെ അവരോട് ചെയ്യാൻ പറ്റുന്ന, അവരോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് അർഹിക്കുന്നൊരു യാത്രയയപ്പ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവരെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ ബന്ധുക്കൾ എങ്ങനെ അവരെ യാത്ര അയക്കുമായിരുന്നു എന്നുള്ളത്, അവരുടെ തിരിച്ചറിയാനായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു നാട്ടുകാർ അവരെ പറഞ്ഞു വിടുക, അവർക്കൊരു യാത്രാമൊഴി നൽകുക എന്നുള്ളത്. അതിൽ കവിഞ്ഞൊരു നീതി അവരോട് കാണിക്കാനില്ല. അതുതന്നെയാണ് സർക്കാരും സംവിധാനങ്ങളും ഇവിടെ ചെയ്യുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നതും. നമ്മുടെ സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള താൽക്കാലിക പന്തലിലേക്ക് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ആളുകൾ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അവിടേക്ക് കയറി പോകുന്നുണ്ട്. മന്ത്രി കെ രാജന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ഏത് തരത്തിലാണ് ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ, അവസാനപ്പെട്ട നടപടികളൊക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോവുകയും ചെയ്യാം. രാവിലെ മുതൽ തന്നെ മന്ത്രി ഇന്നത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. രാജ്യത്ത് നമ്മൾ 3 മണിയാണ് നിശ്ചയിച്ചിരുന്നത്. എപ്പോഴത്തേക്കുണ്ടാകും? ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെ ആരംഭിക്കാൻ പറ്റും. അൺക്ലൈംഡ് ആയിട്ടുള്ള ബോഡികളിൽ ഏതെങ്കിലും ബാക്കിയുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയുള്ള സമയമെടുത്താണ്. ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരും. അവിടെ നിന്ന് 15 മിനിറ്റ് മുമ്പ് തന്നെ തിരിച്ചിട്ടുണ്ട്. 158 ബോഡി പാർട്സും 31 പൂർണ്ണമായ ശരീരങ്ങളുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് എല്ലാം ഒരുമിച്ച് ഇതാക്കണോ, ഘട്ടം ഘട്ടമായി സംസ്കരിക്കുകയാണോ?
ഒരുമിച്ച് സംസ്കരിക്കുകയാണോ ഘട്ടം ഘട്ടമായി സംസ്കരിക്കുന്നത്? അത് വരുന്നതിനനുസരിച്ചാണ് പറ്റുന്നത്. കാരണം എല്ലാം ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാൽ സർവ്വമത പ്രാർത്ഥന നടത്തണം. അപ്പൊ അതുകൊണ്ട് 15 വീതമാണ് ഇപ്പോ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇന്ന് തന്നെ സംസ്കരിക്കാനാണ് ഇന്ന് തന്നെ ബാക്കിയുള്ളതെല്ലാം ഇന്ന് തന്നെ സംസ്കരിക്കാം. ഇന്നലെ നമ്മൾ 9 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ അവസാന നിമിഷം ഒരെണ്ണം തിരിച്ചറിയുന്നു. ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഇന്ന് ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ന് അതിനുവേണ്ടി കുറെ നേരം നമ്മൾ കാത്തിരുന്നു. പക്ഷെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. തന്നെയാണ് എല്ലാ മൃതദേഹങ്ങളും ഇന്നു തന്നെ സംസ്കരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും 15 മൃതദേഹങ്ങൾ വീതമായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. 158 ബോഡി പാർട്സ്, അത് നേരത്തെയും മന്ത്രി അത് തന്നെയായിരുന്നു പറഞ്ഞത്. അതിനിടയിലാണ് ഇവിടെയുള്ള ചില ആരോഗ്യ പ്രവർത്തകർക്ക് 160 ബോഡി പാർട്സിന് ഒരു വിവരം ലഭിച്ചതായി നമ്മളോട് പങ്കുവച്ചിരുന്നു. ഏതായാലും 158 ബോഡി പാർട്സും 31 പൂർണ്ണാർത്ഥത്തിലുള്ള മൃതശരീരങ്ങളും എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. DNA പരിശോധന, അതിന്റെ പ്രോട്ടോകോൾ, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ അവ ഇവിടേക്ക് എത്തുകയും ചെയ്യും. ആരെങ്കിലും ഈ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ അവസാന മണിക്കൂറിൽ ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്നത്. അതുണ്ടായിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് 16 മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ അടക്കം ചെയ്യുമെന്നാണ് ഇപ്പോൾ ടി സിദ്ദീഖ് MLA ഇവരെ അനൗൺസ് ചെയ്തത്. ആ 16 മൃതദേഹങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 15, അതായത് പൂർണ്ണാർത്ഥത്തിലുള്ള 31 മൃതശരീരങ്ങളാണുള്ളത്. അതിൽ ആദ്യം 16 മൃതദേഹങ്ങൾ സംസ്കരിക്കും. അതിനുശേഷം പിന്നെ രണ്ടാം ഘട്ടത്തിൽ 15 മൃതദേഹങ്ങൾ സംസ്കരിക്കും. അങ്ങനെ 2 ഘട്ടമായി 31 പൂർണ്ണാർത്ഥത്തിലുള്ള മൃതശരീരങ്ങൾ സംസ്കരിക്കും. അതിനുശേഷമായിരിക്കും ശരീര ഭാഗങ്ങൾ സംസ്കരിക്കുക. അത് 15 വീതമായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് അത് പൂർത്തിയാക്കേണ്ടതുണ്ട്. വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, വല്ലാത്ത ഒരു നിർവികാരമായ ഒരു അന്തരീക്ഷത്തിൽ, വല്ലാത്ത മനസ്സുമറവിച്ചൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം, സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും നഷ്ടബോധത്തിന്റെയും കോട പുതച്ചു നിൽക്കുന്ന ഒരു ദുരന്ത ഭൂമിയായി, ഒരു ശ്മശാന ഭൂമിയായി, ഒരു മൂകത നിറഞ്ഞ ഭൂമിയായി പുത്തുമലയിലെ മണ്ണ് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിനെ കണ്ട് പരിചയമില്ലാത്തൊരു കാഴ്ച, കേരളം കേൾക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാഴ്ച, കേരളം ഒരിക്കലും കടന്നു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സാഹചര്യം, മുൻ അനുഭവങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷം. കോവിഡ് കാലത്ത് നമ്മൾ അത്തരത്തിലുള്ള മറമാടലുകൾ കണ്ടതാണ്. പക്ഷേ അന്നും ഈ വിധത്തിലുള്ളൊരു അനുഭവം നമ്മൾ കണ്ടിട്ടില്ല. അന്ന് ബന്ധുക്കൾക്ക് വരാനാകില്ലായിരുന്നു. പക്ഷേ അവരാരാണെന്നറിയാം, സംസ്കരിക്കുന്നവർ ആരാണെന്നറിയാം. PPE കിറ്റ് ധരിച്ച ചുരുക്കം ചില ആളുകൾ മാത്രം മൃതദേഹങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കുഴിമാടങ്ങളിലേക്ക് വെച്ച് മറയുമ്പോൾ അവർ ആരാണെന്ന് നമുക്ക് കൃത്യമായി അറിയാമായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവരുടെ മുഖം നമുക്ക് ഓർത്തെടുക്കാമായിരുന്നു, അവരുടെ മേൽവിലാസം നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇന്ന് മറ്റൊരവസ്ഥയിൽ PPE കിറ്റ് ധരിച്ച് ആളുകൾ, ഇത്തരത്തിൽ മനസ്സ് മരവിച്ച ആളുകൾ, ശരീരം തണുത്ത ആളുകളെ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ അവർ ആരാണെന്നറിയില്ല. ഒരുപക്ഷെ ആ കൈകളിലേക്ക് ഏറ്റുവാങ്ങുന്നവരുടെ തോളത്ത് കൈയിട്ട് നടന്ന ആളുകളായിരിക്കാം, അവരുടെ കൈകോർത്ത് പിടിച്ച് നടന്നിരുന്ന ആളുകളായിരിക്കാം, അവരുടെ ഓരം ചേർന്ന് നടന്നിരുന്ന ആളുകളായിരിക്കാം, സന്തോഷ നിമിഷങ്ങൾ ഒന്നിച്ച് പങ്കുവച്ചിരുന്ന ആളുകളായിരിക്കാം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സ്വയം സന്ധ്യയിലും പല മുഹൂർത്തങ്ങൾ പങ്കുവെച്ചവരായിരിക്കാം. ഒരാഴ്ച മുൻപ് പക്ഷേ ഈ പുത്തുമലയുടെ താഴ്വാരത്തിലൂടെ, അടിവാരത്തിലൂടെ കടന്നു പോകുമ്പോൾ 5 വർഷം മുമ്പുണ്ടായ ദുരന്തത്തിന്റെ ഓർമ്മകൾ കൈകടക്കി കടന്നുപോയ ആളുകളും ഒരുപക്ഷേ ഇക്കൂട്ടത്തിലുണ്ടാകാം. 5 വർഷം മുമ്പ് ആളനക്കമുണ്ടായിരുന്ന പുത്തുമലയിലേക്ക് നോക്കിയ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണല്ലോ ഈ ഭൂമി എന്ന് വ്യസനിച്ചു പോയ ആളുകളുണ്ടാകാം. പുത്തുമല ദുരന്തത്തിന് ശേഷം ഈ ഭൂമിക്കുണ്ടായ, ഈ ഹാരിസൺ പ്ലാന്റേഷൻ എസ്റ്റേറ്റിലുണ്ടായ മാറ്റങ്ങൾ ഓർമ്മിച്ചു പോയവരുണ്ടാകാം. ഇവിടുത്തെ പച്ചപ്പ് നിറഞ്ഞ തേയിലക്കാടുകൾ നോക്കിപ്പോയവരുണ്ടാകാം. ഒരു പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ ഈ പ്ലാന്റേഷൻ എസ്റ്റേറ്റിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ ഇടയിലൂടെ തേയില ചെടികളെ വകഞ്ഞു മാറ്റി ആ ഇടവഴികളിലൂടെ കടന്നു പോയവരുണ്ടാകാം. ഇവിടെ ഓരോ പ്രഭാതത്തിലും ഓരോ സായാഹ്നത്തിലും വന്നു മൂടുന്ന, കുളിരേകുന്ന, കോട പുതയ്ക്കുന്ന ആ ഒരു അന്തരീക്ഷം, ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് മടങ്ങിയവരുണ്ടാകാം. ഒരുപക്ഷെ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ മലനിരകളെ നോക്കി കഥകൾ പറഞ്ഞിട്ടുള്ളവരുണ്ടാകാം. ഇവിടുത്തെ മലനിരകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച് വ്യസനിച്ചവരുണ്ടാകാം. അങ്ങനെ പല പല അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് ഈ തേയിലത്തോട്ടങ്ങളാണ് വയനാടെങ്ങും. വയനാട് ഓരോ മൂലകളിലും നമുക്കറിയാം തേയിലത്തോട്ടങ്ങളാണ്. ആ തേയില കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് അവസാനം തേയിലത്തോട്ടങ്ങൾക്കിടയിലേക്ക് തന്നെ അന്തിമഘട്ടത്തിനായി കടന്നു വരുന്നത് എന്നുള്ളതാണ്. വല്ലാത്ത ദൗർഭാഗ്യകരമായ, വല്ലാത്ത ഹതഭാഗ്യന്മാരെന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയും ചെയ്യാം. കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് മുന്നൊരുക്കങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിലൂടെ